നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന കാണുക. നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണെന്ന് ഈ വ്യക്തി അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട റീഡിംഗ് തന്നെയാണ്. കുറച്ച് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല. തീർത്തും ഓണം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായി പോയി. അതുകൊണ്ട് പേഴ്സണൽ റീഡിംഗ് ലഭിക്കാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. ലഭിക്കാത്തവർക്ക് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് റീഡിംഗ് തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നല്ലതുപോലെ മനസ്സിലോർത്തുകൊണ്ട് വേണം ഈ വായന കാണുവാൻ. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി നിങ്ങൾ ഇത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം അവർ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ടുമുള്ള മുഖം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം വായന കാണുവാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഈ വ്യക്തിക്ക് വേണ്ടി ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ പേഴ്സണെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സധൈര്യം മുന്നോട്ട് കുതിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവൃത്തികളും പലതരത്തിലുള്ള പ്രാർത്ഥനകളും അഭ്യർത്ഥനകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രത്തോളം ഈ വ്യക്തിയെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ എത്ര പൈസ ചെലവായാലും വേണ്ടില്ല, എത്ര സമയം ചെലവായാലും വേണ്ടില്ല, ഈ വ്യക്തിയെ എനിക്ക് വേണം എന്നുള്ള ഉറച്ച മനസ്സോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയാണെങ്കിലോ വളരെയധികം ഇൻട്രോവേർട്ടായിട്ട് ഈ വ്യക്തി ചില സമയങ്ങളിൽ പെരുമാറുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹവും അറ്റാച്ച്മെൻറ്റും നിങ്ങളോടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കാരണം തേർഡ് പാർട്ടി പല സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുകയും തന്ത്രപൂർവം കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിലുള്ള യുദ്ധം. നടുക്കഷ്ണമായി നിൽക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും. ഈ പേഴ്സണ് നന്നായി അറിയാം തേർഡ് പാർട്ടിയാണോ നിങ്ങളാണോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ളത്. ഇതിൽ കുതന്ത്രം പ്രയോഗിക്കുന്നതും കള്ളങ്ങൾ പറയുന്നതും അതുപോലെ മനസ്സുകൊണ്ട് ചീത്തയുമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് തികച്ചും ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സുകൊണ്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും വെറുക്കാനോ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകാനോ സാധിക്കില്ല. പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ മയക്കി വെച്ചിരിക്കുന്നത് കൊണ്ടോ അങ്ങനത്തെ ഒരു രീതിയല്ല. ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് തികച്ചും ഒരു ദേവതയുടെയോ ദേവന്റെയോ സ്ഥാനമാണ്. അതായത് വളരെയധികം ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. അതൊരിക്കലും ഒരു വെറുതെ ഒരു കോംപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടും നിങ്ങളുടെ ക്ഷമയുടെ ആ ഒരു മനസ്സ് ഉള്ളത് കൊണ്ടും സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടും ഈ വ്യക്തിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഈ വ്യക്തിയെ തെറ്റുകളിൽ നിന്നും തിരുത്തിയത് കൊണ്ടും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടും ഈ വ്യക്തിക്ക് ഇന്ന് വരെ ലഭിക്കാത്ത എല്ലാ രീതിയിലുള്ള സ്നേഹവും സംതൃപ്തിയും നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടും കൂടിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ
ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നതും അത്രയേറെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഈ വ്യക്തി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് തികച്ചും നിങ്ങളുടെ വിജയം തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന്റെ ഇടയിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ എനർജീസ് വന്നു ചേരുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് തേർഡ് പാർട്ടിയുടെ എപ്പോഴുമുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കരുത് എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുടെ എപ്പോഴുമുള്ള മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതായിട്ടും പലതരത്തിലുള്ള മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തികച്ചും നിങ്ങളെ രണ്ടുപേരെയും അസ്വസ്ഥതപ്പെടുത്തുകയും നിങ്ങൾ രണ്ടുപേരും നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കും നോ കോണ്ടാക്ട് അവസ്ഥയിലേക്കും പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെയും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെയും മറുപടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തികച്ചും വളരെയധികം പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മനോഭാവം വരികയും മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാവുകയും ഒരു സംതൃപ്തി ഇല്ലാത്ത രീതിയിൽ, ഒരു നിലനിൽപ്പില്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വ്യക്തിയുമായി സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ വ്യക്തി ആരുടെ അടുത്തേക്കാണോ പോയത്, ഏത് സാഹചര്യത്തിലേക്കാണോ ഈ വ്യക്തി വഴിമാറിപ്പോയത്, ആ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷേ തേർഡ് പാർട്ടി ഒരുപാട് പൈസയും മറ്റുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളും കാണിച്ചുകൊണ്ട് ഈ വ്യക്തിയെ മയക്കിയെടുത്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ വ്യക്തി എന്ത് കണ്ടിട്ടാണോ മതിമറന്നു പോയത്, ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ പല സാഹചര്യങ്ങളിലൂടെയും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്കുണ്ടെങ്കിൽ പോലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ശാപം ഈ വ്യക്തിക്ക് ഏൽക്കുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ഭയവും കൊണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തികച്ചും ഈ വ്യക്തിക്ക് നന്നായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞു പോയ കാര്യങ്ങൾ, ചെയ്തു പോയ തെറ്റുകൾ, ഇതെല്ലാം ഈ വ്യക്തി സ്വയം പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങളും ഉള്ളതായിട്ടും നമുക്കിവിടെ കാണാം. അതൊക്കെയും നിങ്ങളെ ഓർക്കാനും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുവാനും വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിന്റെ ഒരു ഇടപെടലായിരുന്നു ഈ വ്യക്തിക്ക് ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ തികച്ചും നിങ്ങളുടെ പ്രാധാന്യം തീർത്തും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം വേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാക്കാൻ പറ്റുന്നത്. തീർത്തും ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഒരു മരുഭൂമിയിൽ വളരെയധികം വിഷമിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത്രയും വലിയ കൊട്ടാരത്തിലാണെങ്കിലും ഈ വ്യക്തി ഒറ്റയ്ക്കാണ്. കാരണം നിങ്ങളെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. തികച്ചും നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു ദിവസം പോലും കരയാത്ത രാത്രികളില്ല. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വിഷമം അത് യൂണിവേഴ്സ് ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നന്നായിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങളുടെ പരാതികളും വിഷമങ്ങളും ഒക്കെ നിങ്ങൾ പറയുന്നത് അത്രമേൽ വിഷമിച്ചിട്ടായിരിക്കണം. അതെല്ലാം, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ യൂണിവേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതായിട്ടും, അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും ഒക്കെയാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു സക്സസിന്റെ കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് നൈറ്റ് ഓഫ് സോട്ട്സും 6 ഓഫ് വോൺസുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർത്തും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മാനസികപരമായിട്ടുള്ള ഇമോഷൻസ് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരോട് കാണിച്ചിരുന്ന, അതായത് ഈ പേഴ്സൺ ഒന്നുമല്ലാതിരുന്നപ്പോൾ, വെറും വട്ടപൂജ്യമായിട്ടിരുന്നപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് കാണിച്ച കാരുണ്യം, വാത്സല്യം, സ്നേഹം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള സഹായം, ഇതെല്ലാം ഈ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഈ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂണിവേഴ്സ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത്. തീർത്തും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒന്നിക്കേണ്ടിയിരുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുവാനായി ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.